ഇടുക്കിയിൽ CPM നേതൃത്വത്തിലുള്ള തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്കിൽ 10.5 കോടിയിലധികം രൂപയുടെ വൻ ക്രമക്കേട് പുറത്ത്. 2021 മുതൽ 2026 വരെയുള്ള കാലയളവിൽ മാത്രം 10 കോടി 42 ലക്ഷം രൂപയാണ് ബാങ്കിൽ നിന്ന് തട്ടിയെടുത്തത്. സംഭവത്തിൽ ബാങ്ക് മുൻ പ്രസിഡന്റും സെക്രട്ടറിയും താൽക്കാലിക ജീവനക്കാരും അടക്കം 13 പേർക്കെതിരെ മുരിക്കാശ്ശേരി പോലീസ് കേസെടുത്തു. തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്കിനെതിരെ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇടുക്കി സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിലെ സീനിയർ കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ പരിശോധന നടത്തിയത്. 2021 മുതൽ 2026 വരെയുള്ള 5 വർഷത്തിനിടെ ബാങ്കിൽ നിന്ന് 10 കോടിയിലധികം രൂപ ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും ചേർന്ന് തട്ടിയെടുത്തുവെന്നാണ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. വ്യാജ സ്വയാശ്രയ സംഘങ്ങൾ ഉണ്ടാക്കിയായിരുന്നു കൊള്ളയിലധികവും. സഹകാരികൾ പോലും അറിയാതെ അവരുടെ രേഖകൾ ദുരുപയോഗം ചെയ്തും പണം തട്ടിയിട്ടുണ്ട്. കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടറുടെ പരാതിയിൽ 13 പേർക്കെതിരെ മുരിക്കാശ്ശേരി പോലീസ് കേസെടുത്തു. ബാങ്ക് മുൻ സെക്രട്ടറി സുനിതകുമാരി കേസിൽ 1-ാം പ്രതിയും തട്ടിപ്പ് നടന്ന കാലയളവിലെ ബാങ്ക് പ്രസിഡന്റ് ഷൈൻ തോമസ് 2-ാം പ്രതിയുമാണ്. പട്ടികയിലുള്ള ബാക്കി 9 പേരും താൽക്കാലിക ജീവനക്കാർ. 20 കോടിയിലധികം രൂപ കേരള ബാങ്കിൽ നിന്നും ഭരണസമിതി ലോൺ എടുത്തിട്ടുണ്ട്. ഇതിൽ ഒരു തിരിച്ചടവ് പോലും നടത്തിയിട്ടില്ല. 30 കോടിയോളം രൂപ ബാധ്യതയുള്ള ബാങ്കിൽ വായ്പാ ഇനത്തിൽ തിരിച്ചു വരാനുള്ളത് 13 കോടി രൂപ മാത്രം. ബാങ്കിനെ വിശ്വസിച്ച നിക്ഷേപകരും കടുത്ത ആശങ്കയിലാണ്. അതേസമയം തട്ടിപ്പുകാർക്ക് ഒത്താശ ചെയ്യുന്നത് ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥരാണെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. ജനം, ഇടുക്കി.